ഇന്ന് നമ്മുടെ കുട്ടൂസിന്റെ എൻഗേജ്മെന്റിന് പോവാണ്. കുട്ടൂസ് ഇവിടെ സ്ഥലത്തില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആരെ കുട്ടൂസ് എന്ന്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യനാണ്. അവന്റെ പേര് നിഖിൽ എന്നാണ്, പക്ഷെ നമ്മൾ കുട്ടൂസ് എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. അപ്പൊ നമ്മളിതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അവന്റെ പെങ്ങളുണ്ട് നീതു, അവൾ എന്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കണക്ഷൻ കൂടുതലുള്ള ഒരു ഫാമിലിയാണ്. അൻലേട്ടൻ്റെ കുടുംബത്തിൽ നിന്നൊരു മരണം ഉള്ളതുകൊണ്ട് അൻലേട്ടന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനും അതും അച്ഛനും കൂടിയിട്ടാണ് പോയത്. ഞങ്ങൾ നേരെ അൻലേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നമ്മുടെ ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ. അവരുടെ വൈഫ് നമ്മുടെ ഫ്രണ്ടാണ് ദീപ. അപ്പോൾ അവരുടെ കാറിൽ ഞങ്ങൾ സ്റ്റോപ്പ് വരെ പോയി. അവിടുന്ന് ബസ് ഉണ്ടായിരുന്നു, ടൂറിസ്റ്റ് ബസ്. അതിലെല്ലാവരും കൂടി പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഈ പെൺകുട്ടിയുടെ വീടുള്ളത് കോട്ടായിലാണ് കേട്ടോ. കോട്ടായി എന്ന് പറയുന്നത് ഒരുപാട് നെൽപ്പാടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ആ സ്ഥലം കാണാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നേരെ അകത്തേക്ക് കയറിയിട്ട് അവിടെ ഇതാ എൻഗേജ്മെന്റിന്റെ ഓരോ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടൂസിന്റെ പെൺകുട്ടിയെ കാണണ്ടേ? ഇതാണ് നമ്മുടെ കുട്ടൂസിന്റെ പെൺകുട്ടി കേട്ടോ. അടിപൊളി പെൺകുട്ടിയാണ്, നല്ല മാച്ചാണ് കേട്ടോ രണ്ടാളും. പിന്നെ ഇവരാണ് ഫാമിലി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ ഫ്രണ്ട് ഉണ്ട് അതിൽ, നീതു. അങ്ങനെ എന്താ നമ്മൾ ഫോട്ടോ സെഷനൊക്കെ ആയി, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ സെഷന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യലായിട്ട് റാവുത്തർ ബിരിയാണി ആയിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടി ബസ് കയറിയപ്പോൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഇതാ ഒപ്പം നിന്ന് കളിക്കുന്ന കണ്ട സുന്ദരി കുട്ടി, അതാണ് നമ്മുടെ നീതുവിൻ്റെ കുട്ടി കേട്ടോ. അവിടെ ഡാൻസ് കളിക്കാൻ കുട്ടികളോടൊപ്പം വേറെ ആളും കൂടി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ കണ്ണേട്ടൻ, നമ്മുടെ നാട്ടിലെ മെയിൻ ഡാൻസറാണ് കേട്ടോ. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ആളുടെ ഡാൻസ് ഉണ്ടാവും, അതാണ് മെയിൻ. പിന്നെ മണിയേട്ടന് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപ സമ്മതിക്കുന്നില്ല. അത് കാരണം പാവം മണിയേട്ടന് കളിക്കാൻ പറ്റിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.